നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹ് അൻഫിഖ് ഇബ്ന ആദമ ഉൻഫിഖ് അലൈക്. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അൻഫിഖ് ഇബ്ന ആദം, ആദമിൻ്റെ മകനെ നീ ചെലവഴിക്കുക, നീ ദാനം നൽകുക. ഉലമാക്കൾ പറഞ്ഞു, ഈ പറഞ്ഞ ഹദീസിൽ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ചെലവ് വരെ ഉൾപ്പെടുമെന്നാണ്. പുറത്തു കൊടുക്കുന്ന, നമ്മളിൽ പലരും സദഖ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിന് പുറത്തു കൊടുക്കുന്നത് മാത്രമേ സദഖയായി കാണുന്നുള്ളൂ, അല്ലെങ്കിൽ അത് പുണ്യം കിട്ടുന്നൊരു പ്രവർത്തനമായി കാണുന്നുള്ളൂ. നിൻ്റെ വീട്ടിലുള്ളവർക്ക് നീ നൽകുന്നതും പുണ്യം കിട്ടാൻ കാരണമാകുന്ന നിൻ്റെ ചെലവഴിക്കലാണ്. അൻഫിഖ് ഇബ്ന ആദം, ആദമിൻ്റെ മകനെ ചെലവഴിക്കുക. ഉൻഫിഖ് അലൈക്, ഞാൻ നിനക്ക് മേൽ ചെലവ് നൽകുന്നതാണ്, നിനക്ക് ഞാൻ ദാനം നൽകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദുല്ലാഹി മൽഅ, അല്ലാഹുവിൻ്റെ കൈ നിറഞ്ഞതാണ്. ലാ തഗീദുഹാ നഫഖ, എത്രയെല്ലാം നൽകിയാലും അവൻ്റെ കയ്യിലുള്ളതിൽ ഒരു കുറവും വരികയില്ല. ലാ തഗീദുഹാ നഫഖ സഹാഉൽ ലൈലി വന്നഹാർ, രാവും പകലും നിൽക്കാതെ അല്ലാഹു എത്രമാത്രമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്, അവൻ്റെ കയ്യിലുള്ളത് അവസാനിക്കുകയില്ല. അറഅയ്തും മാ അൻഫഖ മുൻദു ഖലഖ അസ്സമാഅ വൽ അർദ്, ആകാശത്തെയും ഭൂമിയെയും പടച്ചതു മുതൽ അല്ലാഹു എത്രയാണ് മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? അതുകൊണ്ട് ഫഇന്നഹു ലം യഗ്ദ് മാ ഫി യദിഹി, അല്ലാഹുവിൻ്റെ കയ്യിലുള്ളതിൽ ഒരു കുറവും ഇതുവരെ വന്നിട്ടില്ല, ഇനി കുറവ് വരികയില്ല. അല്ലാഹു നിനക്ക് നൽകാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് അൻഫിഖ്, നീ ചെലവഴിക്കുക, നീ ദാനം നൽകുക. എൻ്റെ അർത്ഥം ഒരു നിയന്ത്രണവുമില്ലാതെ ദൂർത്തടിക്കാനല്ല, മറിച്ച് നന്മയുടെ വഴികളിൽ ഖൈറിൻ്റെ മാർഗങ്ങൾ നീ അത് ഉപയോഗപ്പെടുത്തുക.